Good afternoon. Okay, അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസങ്ങളായില്ലേ കണ്ടിട്ട്. ഓക്കെ, നമ്മളിപ്പോ ഇതാണ് മെഡിക്കൽ ഗ്യാസസ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് വരെയല്ലേ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ? യെസ്, ഓക്കെ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റേഴ്സിന്റെ സേഫ് ആയിട്ടുള്ള, നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം. അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റെഗുലേറ്റർ ഏതൊക്കെ രീതിയിൽ, എങ്ങനെ നമുക്ക് റെഗുലേറ്റർ ഒക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ പോയിന്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ പോയിന്റ്സും ജസ്റ്റ് അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Okay, safe uses of regulators. Okay, first one, a regulator is a device that accepts gas at a high pressure and then lessens it to a much lower working pressure. Pressure naakka ട്ടോ. And the last pressure nana, PRESSURE, pressure. റെഗുലേറ്റർ എന്ന് പറഞ്ഞ എന്താ? ഇസ് എ ഡിവൈസ്. റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്. എങ്ങനെയാ, എന്ത് ചെയ്യുന്ന ഡിവൈസ് ആണ്? ദാറ്റ് അക്സെപ്റ്റ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ ഗ്യാസ് സ്വീകരിച്ച് അതിനെ ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് മാറ്റുന്ന, ലെസൺസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ് എന്നുള്ള മീനിങ് ആണ് ലെസൺ. കുറയ്ക്കുക എന്നുള്ളത്, കുറയ്ക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഹൈ പ്രഷറിലുള്ളതിനെ, ആ ഗ്യാസിനെ ലോവർ പ്രഷറിലേക്ക് കുറയ്ക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ. നമ്മുടെ ഫാനിന് റെഗുലേറ്റർ ഇല്ലേ? റെഗുലേറ്റർ ഇപ്പൊ എന്താ, നമ്മളിപ്പോ ഫാനിന്റെ ആ റെഗുലേറ്റർ നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും അല്ലെ? നമുക്ക് സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആ റെഗുലേറ്റർ തിരിച്ച് 5 അല്ലേ നമ്മുടെ ഇതിനകത്ത് മാക്സിമം 5ലേക്ക് ഇടുക. കുറയ്ക്കണം, കാറ്റ് കുറവ് മതിയെങ്കിൽ റെഗുലേറ്റർ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ? അതിന് കൺട്രോൾ ചെയ്ത് നമുക്ക് 1ലേക്ക്, ഏറ്റവും കുറവ് 1 ആണ്, 1ലേക്ക് ഇടുക. അപ്പൊ നമുക്ക് കാറ്റ് കുറവ് കിട്ടും. അതുപോലെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ ലോവർ പ്രഷറിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ലൈൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലെസൻ ഇറ്റ് ടു എ മച്ച് ലോവർ വർക്കിംഗ് പ്രഷർ. ആ ഡിവൈസ് ഏതാണ്? അതിനെ കുറയ്ക്കുന്നത്, പ്രഷർ ഹൈയിൽ നിന്ന് ലോ ആക്കുന്ന, അതിന് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഡാഷ് ഇട്ട് അവിടെ ചോദിക്കാം കേട്ടോ, ഏതാണ് ആ ഡിവൈസ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. ഗ്യാസ് എന്നാണ് കേട്ടോ, GAS. ഒന്ന് കറക്റ്റ് ചെയ്തേ ടെക്സ്റ്റ്. ഗ്യാസ് സ്പെസിഫിക്. റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് സ്പെസിഫിക് ആണ്, ഗ്യാസ് അധിഷ്ഠിതമാണ്. അതായത് നമ്മൾ എന്താ, ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദ ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. അതായത് സിലിണ്ടറിൽ ആ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെഗുലേറ്റർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പൊ റെഗുലേറ്റർ കറക്റ്റ് അല്ല, പ്രോപ്പർ അല്ല, അത് ഫിറ്റ് അല്ല, ഇത് ലൂസ് ആണെങ്കിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പൊ നമ്മളെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആ റെഗുലേറ്ററിന്റെ സേഫ്, സുരക്ഷിതമായിട്ടുള്ള ഉപയോഗമാണ്. പക്ഷെ കറക്റ്റ് ആ ഗ്യാസ് ടാങ്കിന്, സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ റെഗുലേറ്റർ പ്രോപ്പർ ആണോ എന്നുള്ളത്, ആ ടാങ്കിന്, ആ സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ. അതായത് ഒരു സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റെഗുലേറ്റർ നന്നായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടോ, കംപ്ലൈന്റ്സ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് റെഗുലേറ്റർ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ആ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ.
നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ആ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തതിന് മുന്നേ റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. If the connection do not fit together, readily the wrong regulator is being used. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? കണക്ഷൻ അതിൽ ഫിറ്റ് അല്ലെങ്കിൽ, അതായത് റെഗുലേറ്റർ പ്രോപ്പർ അല്ല, ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസ് ആയിരിക്കാം, അത് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ എളുപ്പത്തിൽ നമുക്ക് റീഡ്ലി എന്ന് പറഞ്ഞാൽ വേഗത്തില് എളുപ്പത്തിൽ എന്നൊക്കെ ഉള്ള മീനിങ്. എളുപ്പത്തിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം? നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് റോങ് റെഗുലേറ്റർ ആണ്, തെറ്റായിട്ടുള്ള റെഗുലേറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് കണക്ഷൻ കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റോങ് റെഗുലേറ്റർ ആണ്. അതിന് പ്രോപ്പർ ആയിട്ട് ആ സിലിണ്ടറിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആ സിലിണ്ടർ റെഗുലേറ്ററിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. ഇനി അത് ഫിറ്റ് അല്ലെങ്കിൽ റെഗുലേറ്റർ അതിന്റെ ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? തെറ്റായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, ഇനി നോക്കിയേ, റിമൂവ് ചെയ്യുന്നതിന് മുൻപ്, before a regulator is removed from എന്ത് ചെയ്യണം? ക്ലോസ് ദ സിലിണ്ടർ. ആ സിലിണ്ടർ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റേഴ്സ്. റെഗുലേറ്ററിലേക്കുള്ള എല്ലാ പ്രഷറും നമ്മൾ എന്ത് ചെയ്യണം? അത് റിലീസ് ചെയ്യണം. അതായത് നമ്മൾ സിലിണ്ടർ ക്ലോസ് ചെയ്യണം. ബിഫോർ ഓക്കെ, അത്രയും മതി കേട്ടോ. അടുത്ത ആ സെന്റൻസ് തന്നെ വീണ്ടും അവിടെ എഴുതിയേക്കുന്നതാണ്, അത്രയും വേണ്ട. ഫ്രം ദ റെഗുലേറ്റർ എന്ന് വരെ എഴുതി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, സിലിണ്ടറിൽ നിന്ന് ആ റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സിലിണ്ടർ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. നമ്മൾ വീട്ടിൽ ഗ്യാസ് അങ്ങനെയല്ലേ, ഗ്യാസ് ഒരെണ്ണം തീർന്നു അടുത്ത കുറ്റി മാറ്റി വെക്കുമ്പോഴേക്ക് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്ലോസ് ചെയ്തിട്ടാണ് അല്ലെ, അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ അത് മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സിലിണ്ടറിൽ നിന്ന് ആ റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ സിലിണ്ടർ എന്ത് ചെയ്യണം? സിലിണ്ടർ ക്ലോസ് ചെയ്യണം. ഓക്കെ, ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. റെഗുലേറ്ററിലേക്കുള്ള എല്ലാ പ്രഷറും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നിയന്ത്രിക്കുക ചെയ്യുന്നത്. ഓക്കെ, then last point എന്താ പറഞ്ഞേക്കുന്നത്? റെഗുലേറ്റർ shall be removed from the cylinder during the transport. ട്രാൻസ്പോർട്ട് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് അത് മാറ്റാൻ കൊണ്ടുപോകുന്നുള്ളൂ. ആ സിലിണ്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ റിമൂവ് ചെയ്യണം. ഓക്കെ, റെഗുലേറ്റർ shall be removed from the cylinder during transport. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഫുള്ള് എന്താ ബൈ ഹാർട്ട് ചെയ്തൊന്നും പഠിക്കൊന്നും വേണ്ട. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്, ഏത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത്, ബൈ ചാൻസ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ നിന്ന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും റെഗുലേറ്റർ ആയിട്ട് ബന്ധപ്പെട്ടാ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാത്തരം റെഗുലേറ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള കാര്യം റെഗുലേറ്റർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് തന്നെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വേറെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തിട്ടേക്ക്. ഓക്കെ, ബാക്കിയിട്ട് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അതിൽ PPE എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. അത് നോട്ട് ചെയ്തിടാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? നേരത്തെ പഠിച്ചിട്ടില്ലേ PPE ഒക്കെ? റേഡിയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ഇനി നോക്കിയേ, ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെൻ ഡിസ്കാർഡിംഗ് ലാബ് ഓപ്പറേഷൻസ്. അത് നേരെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അവിടെ ഗ്യാപ്പിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് നമുക്ക് എഴുതാം. സെയിം സെന്റൻസ് തന്നെയാണ്. When discharging or performing lab operations
ടാസ്ക് ദാറ്റ് ഇൻവോൾവ് കംപ്രസ്ഡ് ഗ്യാസ്. കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടാസ്കുകൾ, അല്ലെങ്കിൽ കംപ്രസ്ഡ് ഗ്യാസുകളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും പിന്നെ ലാബിലെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE ധരിക്കണം. ലാബില് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളിലും നമ്മൾ ഏർപ്പെടുമ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ PPE ധരിക്കണം. ഇനി നെക്സ്റ്റ് അതിനകത്ത് വരുന്ന PPE ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഗ്യാസസ് കംപ്രസ്ഡ് ദാറ്റ് ഇൻവോൾവ്സ് കംപ്രസ്ഡ് ഗ്യാസസ്. അതിനകത്ത് വരുന്ന ലോ സ്ലീവ്ഡ് ലാബ് കോട്ട്, നമ്മൾ നീളത്തിൽ നമ്മൾ സ്ലീവ് ആയിട്ടുള്ള നീളത്തിലുള്ള ലാബ് കോട്ട്, പിന്നെ ലോങ് പാൻസ് നീളത്തിലുള്ള നമ്മൾ നല്ല നീള ഇറക്കമുള്ള പാൻറ്റുകൾ, കവേർഡ് ടോ ഷൂസ് എന്ന് വെച്ചാൽ കാല് ടോ എന്ന് വെച്ചാൽ എന്താ വിരലുകളെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള എന്താ ആ ഷൂസുകള്. പിന്നെ അടുത്തത് സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ്. സേഫ്റ്റി, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സേഫ്റ്റി ഗ്ലാസുകൾ വെക്കാം, കൈയിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൗസുകളും വെക്കാം. ഇതെല്ലാം PPE വരുന്നതാണ്. PPE ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ PPE എക്സ്പാൻഡഡ് ഫോം അതിന് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അതിനകത്ത് ഏതൊക്കെയാണ് PPE ഇൻക്ലൂഡ് ചെയ്യുന്നത്? ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, ലോങ് പാൻസ്, കവേർഡ് ടോ ഷൂസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ അവിടുത്തെ സ്റ്റാഫിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി? അതിനകത്ത് താഴെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ ആക്ട്. സൂപ്പർവൈസറിന്റെ ആ ഒരു നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റത്തിലാരെങ്കിലും നമ്മൾ ആ മെഡിക്കൽ ഗ്യാസ് അതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഇതിന് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ കുറച്ച് എക്സ്പാൻഡഡ് ഫോം അവിടെ ഉണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ജസ്റ്റ് ഇതും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യം വായിച്ചു വെക്കുക. ഇതിൽ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് receive appropriate training specific to the compressed gases they handle and uses. അതായത് കംപ്രസ്ഡ് ഗ്യാസിന്റെ കൈകാര്യവും അതിന്റെ ഉപയോഗവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമുക്ക് കറക്റ്റ് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കണം അവിടുത്തെ ചാർജ്. അങ്ങനെയുള്ളതായിരിക്കണം സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫാണ് ഇന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. അപ്പൊ ആ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ കൈകാര്യവും ഉപയോഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ കുറിച്ച് കൂടുതൽ നോളജ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഇതില് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ് അവിടുത്തെ സ്റ്റാഫ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ലേ? Make sure that staff in their charge receive appropriate training specific to the compressed gases they handle and use. അതായത് കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് അതിന്റെ കൈകാര്യത്തിനും ഉപയോഗവും ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും അതിന്റെ ഉപയോഗവും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി അതിൽ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം അവിടുത്തെ ചാർജ്, അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. രണ്ടാമത് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് compressed gases are used only for their intentional purpose and in accordance with the defined procedures and rules. Okay, intentional എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക്
എന്താ പറഞ്ഞേക്കുന്നത്, മേക്ക് ഷുവർ ദാറ്റ് കംപ്രസ്ഡ് ഗ്യാസസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ ദ ഇന്റൻഷണൽ പർപ്പസ്. നമ്മൾ ഇങ്ങനെയുള്ള കംപ്രസ്ഡ് ഗ്യാസുകൾ ഒള്ളി എന്തിനു വേണ്ടി, ഒരു ബോധപൂർവമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി, അങ്ങനെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കംപ്രസ്ഡ് ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് സൂപ്പർവൈസറാണ്. വെറുതെ ആവശ്യമില്ലാതെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ തമാശക്ക് എടുത്ത് കളിക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഗ്യാസുകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ടുള്ള പർപ്പസ്, അത് ബോധപൂർവമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, എന്തിനനുസരിച്ചമായി ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. അതിനനുസൃതമായിട്ട് അവിടെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറുകൾ, അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് നടപടിക്രമങ്ങള്, അവിടുത്തെ റൂളുകള്, ഇതിനൊക്കെ റൂൾസിനൊക്കെ അനുസൃതമായിട്ട് നമുക്ക് ബോധപൂർവമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ മെഡിക്കൽ ഗ്യാസസ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ഗ്യാസസ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. അപ്പൊ സൂപ്പർവൈസർ വന്ന് ചെക്ക് ചെയ്യണം, ഈ ഗ്യാസ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പാഴാക്കി കളയുന്നുണ്ടോ, നമ്മുടെ റൂൾസ് അനുസരിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ സൂപ്പർവൈസറാണ്. അദ്ദേഹം ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, SDS ആണ് കേട്ടോ. അത് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തിട്ടോ, SDS, സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, സേഫ്റ്റി ഡേറ്റ ഷീറ്റ്സ്, safety data sheets, SDS. Then that is applicable emergency response plan, ERP. അവിടെ expanded form നോക്കി വെക്കുക, emergency response plan രണ്ടിന്റെ expanded form അവിടെ ഉണ്ട് കേട്ടോ. Or other relevant literature is made quickly available to staff. അതായത് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പല വസ്തുക്കളും അല്ലെങ്കിൽ നമ്മളത് പല പ്രൊഡക്ട്സിന്റെ ഉപയോഗമൊക്കെ ആയി ബന്ധപ്പെട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു സേഫ്റ്റി, അവരുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങള്, ഇതെല്ലാം ആ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് സേഫ്റ്റി ഡാറ്റ ഷീറ്റാണ്. അത് നമ്മൾ എന്താ പറയാ, ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നമൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട, നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി കാര്യങ്ങളൊക്കെ, സുരക്ഷയും ആരോഗ്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖയാണ് ശരിക്കും സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്, SDS. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലെ, സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഒരു ഷീറ്റാണ്. അത് എന്താ, അത് പേഷ്യൻസിന്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അതുമായിട്ട് ഈ ഗ്യാസുമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഒക്കെ ആണെങ്കിലും സുരക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്ന രേഖ അത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ERP, എമർജൻസി റെസ്പോൺസ് പ്ലാൻ. അപ്പൊ നമ്മള് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ അതിനെ നമ്മൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കാനുള്ള, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വരുന്ന ഈ രണ്ട് ഇതും. പിന്നെ അതുപോലെ തന്നെ ഓർ അതർ റിലവന്റ് ലിറ്ററേച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു റിലവന്റ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സാഹിത്യം. അപ്പൊ എന്തെങ്കിലും സാഹിത്യ രൂപത്തിലാണെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടുക, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ എന്ത് വേണം, ആ സ്റ്റാഫിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നോളജും വേണം. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഷീറ്റുകളാണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, എമർജൻസി റെസ്പോൺസ് പ്ലാന്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ലിറ്ററേച്ചറുകൾ. ഇതെല്ലാം സ്റ്റാഫിന് പെട്ടെന്ന് അവൈലബിൾ ആക്കണം. അപ്പൊ അത് അവർക്ക് നേരത്തെ തന്നെ കൊടുക്കണം. അപ്പൊ എല്ലാ സ്റ്റാഫിന്റെ കയ്യിൽ ഇതൊക്കെ കൊടുത്ത് അവരൊക്കെ അത് വായിച്ച് നല്ല ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അവർക്ക്.
എന്നിട്ട് അത് അവർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അവിടെ നമ്മൾ മുന്നിൽ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ വരുന്ന നമുക്കൊരു പ്രിവെന്റീവ് മെത്തേഡാണ്. അപകടങ്ങളൊക്കെ വരാതെ ഒക്കെ അവർക്ക് തന്നെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെ കുറിച്ചൊക്കെ അവയർനെസ് കിട്ടുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ സ്റ്റാഫിന് പെട്ടെന്ന് അവൈലബിൾ ആക്കണം, എല്ലാ സ്റ്റാഫിനും കൊടുക്കണം. അത് ആർക്കുടെ ഉത്തരവാദിത്തം? അത് സൂപ്പർവൈസർ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നാലാമത്തേത് പറയുന്നത് എന്താ? പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇതാണ് സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം, നൽകണം. ഓക്കെ, അത് സൂപ്പർവൈസർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ PPE ധരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള PPE നൽകുക എന്നുള്ളതും സൂപ്പർവൈസർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഓക്കെ, പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അടുത്തത് നെക്സ്റ്റ്, പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫ് എന്നാട്ടത് STAF. എല്ലാ സ്റ്റാഫിന്റെയും ഒരു മേൽനോട്ടം, സൂപ്പർവിഷൻ നൽകണം. എല്ലാവർക്കും ഒരു മേൽനോട്ടം കൊടുക്കണം, എല്ലാവരും കെയർ ചെയ്യണം. അവർക്ക് എല്ലാ സ്റ്റാഫിനും വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അവരുടെ ജോലിയൊക്കെ ബന്ധപ്പെട്ടും എല്ലാം മൊത്തത്തിലുള്ള ഒരു സൂപ്പർവിഷൻ നൽകണം. അത് ഈ സൂപ്പർവൈസർ ചെയ്യേണ്ടതാണ്. Okay, provide appropriate supervision of staff. Okay. ഇനി നെക്സ്റ്റ് നോക്കിയേ, ensure staff and visitors adhere to applicable occupational health and safety regulations for the use of compressed gases. അത്രയും മതി കേട്ടോ. ആൻഡ് എന്നുള്ളത് വേണ്ട അവിടെ. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ കംപ്രസ്ഡ് ഗ്യാസിന്റെ ഉപയോഗവുമായി അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാധകമായിട്ടുള്ള നമുക്ക് സേഫ്റ്റി റെഗുലേഷൻസ് ഒക്യുപേഷണൽ ആയിട്ടാണെങ്കിലും occupational health and safety regulations. അപ്പൊ ഈ കംപ്രസ്ഡ് ചെയ്ത ഗ്യാസുകളിലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാധകമായിട്ടുള്ള ആരോഗ്യ സുരക്ഷയും അതുപോലെ തന്നെ സേഫ്റ്റി റെഗുലേഷൻസും ഒക്കെ നമ്മൾ അവരത് പാലിക്കുന്നുണ്ട്. പാലിക്കാം, വിസിറ്റേഴ്സും സ്റ്റാഫും എല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. അതായത് ഇതിപ്പോ ഓരോ ഗ്യാസുകളും അതുമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ ബാധകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്. ഇന്നതുപോലെ ചെയ്യണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് PPE ധരിക്കണം. അപ്പൊ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സുരക്ഷാ നടപടിക്രമങ്ങള്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ തൊഴിൽപരമായിട്ടുള്ള നമുക്ക് occupational health സേഫ്റ്റി റെഗുലേഷൻസ്, അപ്പൊ നമുക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങൾ ആ സ്റ്റാഫും വിസിറ്റേഴ്സും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്ന നോക്കി, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡന്റ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക എന്നുള്ളത് റിക്കറൻസ്. ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡന്റ്സ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ റിക്കറൻസ്. അതായത് നമുക്കിപ്പോ അവിടെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത, ഇപ്പൊ കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ കോസ്, കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അവിടെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്ത ആ സംഭവങ്ങളുടെ കാരണം, അതിനെന്താണ്, എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിച്ചത്, അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അപ്പൊ അത് അങ്ങനെയുള്ള ഇത് വീണ്ടും ആ സംഭവങ്ങള് വീണ്ടും ആവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു ഉചിതമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് പ്രതിരോധ നടപടികള്
വികസിപ്പിക്കുകയും ചെയ്യണം. അതും സൂപ്പർവൈസർ ചെയ്യേണ്ടതാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഇപ്പൊ കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് അതിന്റെ ഉപയോഗത്തിലോ ഹാൻഡിലിങ്ങിലോ യൂസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവരുടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് കണ്ടെത്തുകയും ഇനി വീണ്ടും അത് ആവർത്തിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രതിരോധ നടപടികൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ സൂപ്പർവൈസറാണ്. ഓക്കെ, ഇനി ആ ഒരു സംഭവം ഇനി മെയിലിന് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യും. അത് വരാതിരിക്കാൻ എന്തൊക്കെ പ്രതിരോധ നടപടികൾ എടുക്കാം എന്നുള്ളതൊക്കെ നോക്കി അത് ഡെവലപ്പ് ചെയ്യാം. അതും ആരാണ്, സൂപ്പർവൈസർ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി, കീപ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ് relating to the handling and the use of compressed gases that include an up-to-date inventory, training reports and reported incidents. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്ന ഈ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് ആ ഗ്യാസുമായിട്ട് അത് കൈകാര്യവും ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കൈകാര്യം, അത് കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നമ്മള് അതിനെ സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. Okay, keep appropriate record relating to handling and the use of compressed gases. അവിടെ ഏതൊക്കെയാന്നുള്ളത് അവിടെ പറയുന്നുണ്ട് കേട്ടോ, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഓക്കെ, ആ കംപ്രസ് ചെയ്ത ഗ്യാസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോഴും എന്നാ കാര്യങ്ങൾ ഇത് ചെയ്യാം, അത് ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ അവിടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡും എന്നാ പറഞ്ഞേക്കുന്നത്. റെക്കോർഡ് റിലേറ്റിംഗ് ടു ഹാൻഡിലിംഗ് ആൻഡ് യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസ്, എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ദാറ്റ് ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ, ആൻഡ് അപ് ടു ഡേറ്റ് ഇൻവെന്ററി, അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അന്നുള്ളത് ആ വിവര പട്ടികകള്, പിന്നെ ട്രെയിനിങ് റെക്കോർഡ്സുകൾ ആൻഡ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ അത് റെക്കോർഡിങ്ങിലി നമ്മളത് ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ റെക്കോർഡ് ആക്കണം, ആ റെക്കോർഡ് കീപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ട് ആ കംപ്രസ്ഡ് എന്തുമായിട്ടാ അതിന്റെ യൂസ്, കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഹാൻഡിലിങ്ങും യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. അതിൽ ഉൾപ്പെടുന്ന കാര്യാട്ടോ അപ് ടു ഡേറ്റ് ഇൻവെന്ററി, വിവരപ്പട്ടികകള്, ട്രെയിനിങ് റെക്കോർഡ്സുകള്, പിന്നെ റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളൊക്കെ അവിടെ കീപ്പ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. ആരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ആദ്യത്തെ സെക്ഷനുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതിൽ നിന്നൊക്കെ ഒത്തിരി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് സെക്ഷനിൽ നിന്നൊന്നും അധികം അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇതുവരെയും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏകദേശം 2-3 വട്ടം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. ഇംഗ്ലീഷിലൊന്നും പറയണ്ട, നമുക്ക് മനസ്സിലായ ആ ഒന്നാമത്തേന്ന് നമ്മള് എന്താ പറയാ, നമുക്ക് പറയാലോ, നമുക്ക് ആ കംപ്രസ്ഡ് ഗ്യാസസ് കൈകാര്യം അതിന്റെ ഉപയോഗമൊക്കെ അതിൽ നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കണം അവിടത്തെ സ്റ്റാഫ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലത് കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ പോയിന്റ്സ് മലയാളത്തിൽ തന്നെ നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മള് എക്സാം ബേസിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താ അവിടെ സൂപ്പർവൈസർ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ആദ്യത്തെ സെക്ഷനിലൊക്കെയാണ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ചോദിച്ച് കണ്ടേക്കുന്നത്. അവിടെ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം നമുക്കൊരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാക്സിമം, അത്രയൊക്കെ നമ്മള് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അതനുസരിച്ച് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ടേബിള് നമ്മൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, എല്ലാ ക്വസ്റ്റ്യനും മാറി ചോദിക്കാറുണ്ട്. അതിന്റെ കളർ കോഡ് അത് ചോദിക്കാം. പിന്നെ 7 ഗ്യാസുകളിൽ നിന്ന് അത് ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. നമുക്കിപ്പോ ക്രയോ സർജറി അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ച ഇൻഫ്ലേഷൻ തെറാപ്പി അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ഏതാണ്, അങ്ങനെയൊക്കെ ആ സെക്ഷനിൽ നിന്ന് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ അവിടെയും പ്രതീക്ഷിക്കാം.
എന്ന് പറഞ്ഞാൽ ഇത് വിട്ട് കളയാനല്ല ഞാൻ പറയുന്നത്, ഇത് ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ അങ്ങനെ അത്ര ഫോഴ്സ് ചെയ്ത് പഠിക്കണ്ട. എങ്കിലും അഥവാ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊന്ന് പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒന്ന് എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്താണോ അല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആ 2-3 എക്സ്പാൻഡഡ് ഫോം, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ 4 or 5 എക്സ്പാൻഡഡ് ഫോം ഉണ്ടാവും. പല ചാപ്റ്ററിനായിട്ട് ഏതാ നമുക്ക് ചോദിക്കാന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. SDS എന്ന് പറഞ്ഞ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലെ. അപ്പൊ അതും ഒന്ന് നോക്കി വെക്കുക, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ, എക്സ്പാൻഡഡ് ഫോം. അത്രേ ഉള്ളൂ അതിനകത്ത് സൂപ്പർവൈസർ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. എന്താ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകട്ടെ. ഇതുപോലെ നമുക്ക് ആ കംപ്രസ്ഡ് ഗ്യാസിന്റെ കൈകാര്യ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം അവിടുത്തെ സ്റ്റാഫ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. പിന്നെ അടുത്തത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കംപ്രസ്ഡ് ഗ്യാസസ് നമ്മള് ഒരു ബോധപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ നമുക്ക് അവിടുത്തെ റൂൾസ് പ്രൊസീജിയറിനൊക്കെ അനുസൃതമായിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാമോ, അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. അതായത് അനാവശ്യമായിട്ട് കളയരുതെന്ന്. ഓക്കെ, അനാവശ്യമായിട്ട് ഗ്യാസ് ഉപയോഗിക്കരുത്. പിന്നെ അടുത്തത് ഈ സ്റ്റാഫിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുള്ള ഷീറ്റുകളാണ് സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, ERP, മറ്റുള്ള റിലവന്റ് ലിറ്ററേച്ചർ. ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാഫിന് എത്തിക്കണം, ആദ്യം തന്നെ അവർക്ക് കൊടുക്കണം. അപ്പൊ എല്ലാ സ്റ്റാഫിന് കിട്ടിയില്ലേന്നും എല്ലാ സ്റ്റാഫിനും എത്തിക്കേണ്ടതും ഈ സൂപ്പർവൈസർ തന്നെയാണ്. പിന്നെ അടുത്തത് അവർക്കുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് PPE എന്ത് ചെയ്യണം, കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എല്ലാ സ്റ്റാഫിന്റെയും മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം നൽകണം. പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്, എല്ലാ സ്റ്റാഫിന്റെയും മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം കൊടുക്കണം. പിന്നെ അടുത്തത് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് കംപ്രസ്ഡ് ഗ്യാസിന്റെ ഉപയോഗിക്കുമ്പോൾ നമ്മള് അവിടെ സ്റ്റാഫും വിസിറ്റേഴ്സിനും ഒക്കെ ബാധകമായിട്ടുള്ള ഈ സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളത് സ്റ്റാഫും വിസിറ്റേഴ്സും ഒക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇപ്പൊ എന്താ പറയാ, ഓരോന്നും ഉപയോഗിക്കുമ്പോൾ അതിന്റെ സേഫ്റ്റിക്ക്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാധകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ നമുക്ക് സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ചട്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റാഫും വിസിറ്റേഴ്സും ഒക്കെ അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ എന്തെങ്കിലും നമുക്ക് ആ ഒരു കംപ്രസ്ഡ് ഗ്യാസസുമായിട്ടൊക്കെ അതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും പിന്നീട് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ വികസിപ്പിക്കേണ്ടതും സൂപ്പർവൈസർ ആണ്. പിന്നെ അടുത്ത ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് നമ്മുടെ കംപ്രസ്ഡ് ഗ്യാസിന്റെ ഉപയോഗവും യൂസും ആയിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് 2, 4, 6, 8 പോയിന്റ് പറയുന്നത്. ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 8 പോയിന്റ്സ് ആണ്, അതൊന്നും ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, നമുക്ക് ഓരോ ഓർഡർ ചെയ്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്സുകൾ? ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കണ്ട കേട്ടോ ആരും, ജസ്റ്റ് 1 or 2 പ്രാവശ്യം, അതിൽ കൂടുതൽ വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ക്ലാസ്സിൽ തന്നെ ഒരുവിധം ഈ പോയിന്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചല്ലോ, ആൻസർ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട് അറിയാലോ. അപ്പൊ 4 ഓപ്ഷൻസിൽ നമുക്ക് ആൻസർ അവിടെ കിടക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷനിലേക്ക് വന്നിട്ടാണ് നമ്മള് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗ്യാസ് ചാർജ് കംപ്ലീറ്റ് ആവട്ടോ. ഇതും ഇതുപോലെ തന്നെ കുറെ ഡ്യൂട്ടീസ് ആണ് അദ്ദേഹം ചെയ്യേണ്ട, മാനിഫോൾഡ് ഓപ്പറേറ്റർ ചെയ്യേണ്ട പല ഡ്യൂട്ടീസാ പറയുന്നത്. ഇത് നമുക്കൊന്ന്
വൺ ബൈ വൺ ആയിട്ട് നോക്കാം. മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ, കുറേ സിലിണ്ടറുകൾ രണ്ട് സൈഡിലാക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഒരറ്റത്ത് നിന്ന് തന്നെ നമ്മൾ എടുത്തു പോകാം, അത് എടുത്ത് തീരണേന്റെ അനുസരിച്ച് അപ്പുറം വെച്ച ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമാണ് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഗ്യാസുകൾ അത് അങ്ങോട്ട് പിന്നെ അത് എടുക്കുന്നത്. അന്നേരം നമുക്ക് അവിടെ തീരുന്നതിന്റെ അനുസരിച്ച് റീഫിൽ ചെയ്യും. മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ പഠിച്ചു. അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay. ഫസ്റ്റ് ഡ്യൂട്ടി മാനിഫോൾഡ് ഓപ്പറേറ്റർ ചെയ്യേണ്ട എല്ലാ സിലിണ്ടറും മാനിഫോൾഡ് റൂംസിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല, ലീക്ക് ഒന്നുമില്ല, എല്ലാ സിലിണ്ടറും ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ഫസ്റ്റ് ഡ്യൂട്ടി ആട്ടെയോ. ആദ്യം തന്നെ എന്താ ചെയ്യണ്ടേ? he will make sure that all the cylinders in the manifold rooms are okay. മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. എന്തെങ്കിലും സിലിണ്ടറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് രാവിലെ തന്നെ എന്താ എല്ലാ സിലിണ്ടറും ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, രണ്ടാമത് നോക്കിയാൽ he will open the cylinder number of cylinders to ensure the correct pressure in the pipeline. പൈപ്പ് ലൈനിലെ കറക്റ്റ് പ്രഷർ എൻഷുർ ചെയ്യാം, ഉറപ്പുവരുത്തണം. പൈപ്പ് ലൈനിലുള്ള കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടർ he will open the number of cylinders. അദ്ദേഹത്തിന് സിലിണ്ടർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഓപ്പൺ ചെയ്യുന്നത്? ആ പൈപ്പ് ലൈനിൽ പ്രഷർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ടു എൻഷുർ ദ കറക്റ്റ് പ്രഷർ ഇൻ ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനില് കറക്റ്റ് പ്രഷർ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവകാശം ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിനുണ്ട്. ഓക്കെ, ഇനി ഇത് രണ്ടും നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ അടുത്തത് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. he will be using cylinder from one side of the manifold cylinders bank. ഒരു സൈഡിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ നമ്മള്? he will be using cylinder from one side of the manifold cylinder bank. manifold cylinder bankന്റെ ഒരു വശത്ത് നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഏത് വശം വേണമെങ്കിലും നമുക്ക് എടുക്കാം, ചൂസ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുത്തോടുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. എന്തായാലും ഒരു സൈഡില് രണ്ട് സൈഡ് ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. യൂസിങ് സിലിണ്ടർ ഫ്രം വൺ സൈഡ്. ക്ലിയർ അല്ലേ? അത് ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് റൈറ്റിൽ നിന്ന് വേണമെങ്കിൽ റൈറ്റിൽ നിന്ന് എടുക്കാം, ലെഫ്റ്റിൽ നിന്നാണ് ഇഷ്ടമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എടുക്കാം, അത് പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. The cylinder of the other side should be dispatched as soon as all the cylinder of that banks are empty. എന്താ പറഞ്ഞേക്ക്? നമ്മൾ പറഞ്ഞില്ലേ, ഒരു വശത്തുള്ള ആ സിലിണ്ടർ എംപ്റ്റി ആയതിനു ശേഷം, കാലിയായതിനു ശേഷം മാത്രമേ നമുക്ക് അപ്പുറ വശത്തുള്ള അതർ സൈഡിലുള്ള സിലിണ്ടർ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു വശം, ഒരു ബാങ്ക് ഒരു വശം ഫുള്ള് ഫ്രീ ആയതിന്, ഫുള്ള് എംപ്റ്റി ആയതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത സൈഡില് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡിസ്പാച്ച് എന്ന് വെച്ചാൽ അയക്കുക എന്നുള്ള ഒരു മീനിങ് ആണോ? അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ തീരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് ഇവിടെ ഇപ്രവശം എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഒരു വശത്തുള്ളത് ഫുള്ള് തീർന്നതിന് ശേഷം മാത്രമേ മറ്റു അതർ സൈഡിലുള്ള ബാങ്കിന്റെ അതർ സൈഡിലുള്ള സിലിണ്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ. he will check all cylinders for leakage using soap water mixture. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ അവിടെ എങ്ങനെയാണ് ആ സിലിണ്ടർ ചെക്ക് ചെയ്യണമെന്നുള്ളത്. he will check all cylinders. എല്ലാ സിലിണ്ടറും ചെക്ക് ചെയ്യാം ഫോർ ലീക്കേജ്. എന്തെങ്കിലും സിലിണ്ടറിന് ലീക്ക് ഉണ്ടോ അല്ലെങ്കിൽ പൊട്ടലുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് എന്തുപയോഗിച്ചിട്ടാണ്? യൂസിങ് സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ സിലിണ്ടറിന്റെ ലീക്കേജ് ചെക്ക് ചെയ്യാം. പഞ്ചറൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ. ഓക്കെ, അത് തന്നെ. അതുപോലെ നമുക്ക് ആ സിലിണ്ടർ ചെക്ക് ചെയ്യാൻ പറ്റുമോ? പഞ്ചറൊക്കെ നമ്മൾ നോക്കൂലേ, ചെക്ക് ചെയ്ത് നോക്കൂലേ ടയറിൽ പഞ്ചറാണോ എന്നൊക്കെ, അതുപോലെയൊക്കെ. ഓക്കെ, ശരിയാണ്. സോപ്പ് വാട്ടർ മിക്സർ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം.
ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, he will maintain a stock of needed instrument with him in the manifold room. അങ്ങനെ അടുത്ത് നോക്കി എന്താ ചെയ്യണ്ടേ? അതെന്ന് വെച്ചാൽ നമുക്ക് ആ മാനിഫോൾഡ് റൂമില് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടത്തെ ഓരോന്നും മെഷീൻസുകളുടെ ഇതിലാണെങ്കിലും നമുക്ക് അത് ടൈപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്പാനർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ളത്, ക്യാബിനിൽ അയക്കാനോ മുക്കാനോ ടൈറ്റ് ചെയ്യാനൊക്കെ, അങ്ങനെ എന്താണെങ്കിലും മാനിഫോൾഡ് റൂമില് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് അവിടെ ഇല്ല എന്നുള്ളത് പറയരുത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നന്നാക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് അതിന് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ സ്റ്റോക്ക് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, he will maintain a stock of needed instruments. മാനിഫോൾഡ് റൂമിൽ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി അത്രയും പോയിന്റ്സ് ഒന്ന് നോക്കി, എന്നിട്ട് നമുക്ക് അടുത്ത 5 പഠിക്കാം. 6 പോയിന്റ് പറയും. ഫുള്ള് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, ഇത് പോയിന്റ് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് പറയുന്നപ്പം ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 6 പോയിന്റ് ഒന്നുകൂടി പെട്ടെന്ന് നോക്കി, ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടോ? 6 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ? നോക്കാം. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് മലയാളത്തിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞ മാനിഫോൾഡ് റൂമില് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതിൽ 7ാമത്തെ പോയിന്റ് നോക്കി. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ ചെക്കിംഗ് മെനി റൂംസ്. അപ്പൊ ഇങ്ങനെ മാനിഫോൾഡ് റൂംസ് ഒക്കെ ചെക്ക് ചെയ്യണം അദ്ദേഹം. എന്നിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടത്? he has to take a round of the hospital to see all the outlets by him. അപ്പൊ ആ റൂമിന്റെ ഉള്ളിലൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്തതിനൊക്കെ ശേഷം അദ്ദേഹം പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് റൗണ്ട് ചെയ്യണമെന്ന്. to take a round of the hospital. ഹോസ്പിറ്റലിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് എല്ലാ ഔട്ട്ലെറ്റുകളും പരിശോധിക്കണം. to see all the outlets by him. അതാ, അപ്പൊ അകത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞു, റൂമിലെല്ലാ സിലിണ്ടറും ഒക്കെ ഓക്കെയാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തുകൂടിയൊക്കെ നടന്ന് എല്ലാ ഔട്ട്ലെറ്റുകളും എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം, കാണണം. and to find out its exact functioning from staff appointed there. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ഓരോ സെക്ഷനിലും അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫ് ഉണ്ടല്ലോ, അവരിൽ നിന്നും നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് എന്താണ്, അല്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അത് ക്ലിയർ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആ സ്റ്റാഫിൽ, അവിടെ അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫിൽ നിന്ന് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാവരും ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഉള്ളില്, അതായത് മാനിഫോൾഡ് റൂമിലെ ചെക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്ന ഔട്ട്ലെറ്റുകളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ ഓരോ സ്ഥലത്തും നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫ് ഇല്ലേ, അവരിൽ നിന്ന് തന്നെ അതിന്റെ എക്സാക്ട് ഫങ്ഷനിങ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അതെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ്, ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കി, he will repair or arrange to repair any deficiency in the outlet or in the pipeline that includes main manifold room. പ്രധാനപ്പെട്ട ആ മാനിഫോൾഡ് റൂംസിൽ ഉൾപ്പെടുന്ന പൈപ്പിലോ പൈപ്പ് ലൈനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ലെറ്റുകളിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും ഇപ്പൊ പൈപ്പ് ലൈനിൽ വല്ല ലീക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ വല്ല ഹോള് വന്നോ, അല്ലെങ്കിൽ എന്താ വല്ല മടങ്ങി പോവാ, എന്താ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി, വല്ല ബ്ലോക്ക് ആകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഔട്ട്ലെറ്റിലോ പൈപ്പ് ലൈനിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? he will repair. അവന് ഈ മാനിഫോൾഡ് ഓപ്പറേറ്റർ തന്നെ അത് റിപ്പയർ ചെയ്യണം. അല്ലെങ്കിലോ അറേഞ്ച് ടു റിപ്പയർ. ഇനി റിപ്പയർ ചെയ്യാൻ അത് അറിയില്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റും ചെയ്യേണ്ടതും ഈ മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. അദ്ദേഹത്തിന് അറിയാമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ അത് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റും ചെയ്യാം. ഓക്കെ, he will repair or arrange
to repair any deficiency in the outlet or in the pipeline that includes main manifold room. Main manifold room ഉൾപ്പെടുന്ന പൈപ്പ് ലൈനിലോ ഔട്ട്ലൈനിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് ഓക്കെ, he will place order for refilling of the cylinder in consultation with the authorized officer. അതായത് അതിന് ഓതറൈസ്ഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിന് അനുമതിയുള്ള, അത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൊടുക്കാനൊക്കെ ഉള്ള അധികാരമുള്ള ഒരു ഓഫീസറുമായിട്ട് അദ്ദേഹമായിട്ട് കൂടിയാലോചന നടത്തിയാൽ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സിലിണ്ടർ റീഫില്ല് ചെയ്യാനുള്ള ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കാം. ഇപ്പൊ കാലിയായിട്ടുള്ള എംറ്റി ആയിട്ടുള്ള സിലിണ്ടർ ഇല്ലേ, അത് നിറയ്ക്കണ്ടേ, റീഫില്ല് ചെയ്യണ്ടേ. അപ്പൊ അത് ആർക്കടെ ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ അല്ലെ അദ്ദേഹവുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത് റീഫില്ല് ചെയ്യാൻ ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കാം. മാനിഫോൾഡ് ഓപ്പറേറ്ററിന് ഓർഡർ കൊടുക്കാൻ പറ്റും, സ്വന്തം ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റില്ല. ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ട് റീഫില്ല് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാൻ ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിന് അധികാരമുണ്ട്. He will place order for refilling of the cylinders. Okay. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, he will also look after of the nitrous cylinders in the operation theatre. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് സിലിണ്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, നോക്കണം. Look after of the nitrous cylinders in the operation theatre. Operation theatre nitrous cylinders ഉണ്ടോ നോക്കണം. If there is no central supply of the gas, he will also make sure that the supply of oxygen in other areas without central pipeline. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ, ഈ സെൻട്രൽ സപ്ലൈ, ഗ്യാസിന്റെ സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ, അതായത് നമുക്ക് ഈ പൈപ്പ് ലൈൻ വിത്തൗട്ട് സെൻട്രൽ പൈപ്പ് ലൈൻ, നമുക്ക് ഈ സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാതെ നമുക്ക് ഈ ഓക്സിജൻ ഗ്യാസ് ഈ സെൻട്രൽ പൈപ്പ് ലൈനിൽ കൂടി അല്ലാതെ ഉള്ള ഏരിയ ഇല്ലേ, അവിടേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിജൻ സപ്ലൈ കൊടുക്കണം. അത് ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹമാണ്. He will also make sure that the supply of oxygen in other areas without central pipeline. കണ്ടോ, സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത ഏരിയയിലും ഓക്സിജന്റെ സപ്ലൈ, അവിടെ ഓക്സിജൻ സപ്ലൈ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് സിലിണ്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പിന്നെ ഈ സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത ഏരിയയില് ഓക്സിജന്റെ സപ്ലൈ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഓക്കെ, he will also help operation theatre technician, OT technician in the maintenance of the Bowles machine. എന്താ പറയുക, ബോൾസ് മെഷീൻ കേട്ടിട്ടുണ്ടോ? ബോൾസ് മെഷീൻ ഓർ അനസ്തെറ്റിക് മെഷീൻ, അല്ലെങ്കിൽ നമുക്ക് അനസ്തെറ്റിക് മെഷീൻ എന്ന് പറയാം. ബോൾസ് മെഷീൻ ഓർ അനസ്തെറ്റിക് മെഷീൻ, അത് എന്താ വെച്ചാൽ is a machine provide anesthetic vapor for the patient. പേഷ്യൻസിന് അനസ്തെറ്റിക് വേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ബോൾസ് മെഷീൻ എന്ന് പറയുന്നത്. അതായത് അനസ്തെറ്റിക് വേപ്പർ ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷനിലുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ടും കറക്റ്റ് അളവിലും സേഫ് ആയിട്ടുള്ള ഒരു പ്രഷറിലും ഒക്കെ ഫ്ലോയിലും ഒക്കെ ആ ഒരു പേഷ്യന്റിന് കണ്ടിന്യൂസ് ആയിട്ട് എത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോൾസ് മെഷീൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബോൾസ് മെഷീൻ പേഷ്യൻസിന് അനസ്തെറ്റിക് വേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻ, ഇറ്റ്സ് ഓൾസോ കോൾഡ് അനസ്തെറ്റിക് മെഷീൻ. അതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തു. അനസ്തെറ്റിക് മെഷീൻ എന്നും പറയുന്നുണ്ട്. അനസ്തെറ്റിക് മെഷീൻ ANASTHETIC അനസ്തെറ്റിക് മെഷീൻ എന്ന് പറയാം. അപ്പൊ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഫ്ലോയില് കറക്റ്റ് പ്രഷറില് സേഫ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ ഈ അനസ്തെറ്റിക് വേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീനാണ് ബോൾസ് മെഷീൻ. അപ്പൊ ഈ ബോൾസ് മെഷീന്റെ മെയിൻ്റെനൻസ് അതിന്
OT ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, he will also help OT technician in the maintenance of Bowles machine. Bowles machine മെയിൻ്റനൻസിന് OT ടെക്നീഷ്യനെ, ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹെൽപ്പ് ചെയ്യുക. ഇനി സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, altering the wards cylinders is also his duty. വാർഡില് സിലിണ്ടർ ഓൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക എന്നുള്ളത്, മാറ്റുന്നതും ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, altering the wards cylinders is also his duty. പറഞ്ഞ വാർഡില് നമ്മൾ സിലിണ്ടർ മാറ്റുന്നതും ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ, all the major problems are to be brought to the administrators to solve. ഇനി ഇവിടെ എന്തെങ്കിലും മാനിഫോൾഡ് റൂമിലോ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആരെ അറിയിക്കണം എന്നാ പറഞ്ഞേക്കണേ, അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അത് ഇൻഫോം ചെയ്യണം, അവരെ വിവരം അറിയിക്കണം. all the major problems are to be brought to the administrators soon. എന്ത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അത് ഉടനെ തന്നെ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ, അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാറിയാലോ ഓവറോൾ മാനേജ്മെന്റ് ആണ്, ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ആണ്, ആ ഡ്യൂട്ടിയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിന് എല്ലാം ചെയ്യുന്നതാണ്, അതിന്റെ സക്സസ്ഫുൾ ഗ്രോത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേറെ ആരോടും പറയേണ്ട, നേരെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ എന്ത് ചെയ്യണം, അറിയിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസിൽ വരുന്നത്. ഇതും നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ഫുൾ ഒന്ന് പാർട്ട് ചെയ്തൊന്നും ആരും പഠിക്കണ്ട. ഈ ഒരു സെക്ഷൻ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെട്ടെന്ന് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ 7 ഗ്യാസുകളും നോക്കണം നിങ്ങൾ കേട്ടോ. മെഡിക്കൽ എയർ, ഓക്സിജൻ, അത് ഓരോ ഗ്യാസുകളും എവിടേക്കാണ്, ഏതൊക്കെ ഇതിനാണ്, ലാഫിംഗ് ഗ്യാസ് ഏതാണ്, പിന്നെ അതിനകത്ത് സക്ഷൻ, ആസ്പിറേഷൻ അതേതാണ്, വാക്വം, പിന്നെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് 7 എണ്ണം നോക്കും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, 1 or 2 ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വെക്കുക കേട്ടോ. ആ ഒരു സെക്ഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്കിലും പ്രതീക്ഷിക്കാം. മിക്ക എക്സാമിനും ഈ ഒരു സെക്ഷനിൽ നിന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ അതിനകത്ത് സിസ്റ്റം കമ്പോണൻസിൽ നമ്മൾ 6 എണ്ണം പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ്, പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, വാൽവ് എന്താണ്, കൺട്രോൾ മെത്തേഡ് ആണ്, അത് നോക്കുക. പിന്നെ സോഴ്സ് എന്താണെന്നുള്ളത് നോക്കാം, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ 2 തരത്തിലുള്ള വാൽവുകളില്ലേ, അത് ഏതാണ്, അതിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അലാറം സിസ്റ്റം ഇതുപോലെ തന്നെ 2 അലാറം സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. മാസ്റ്റർ അലാറം ഉണ്ട്, നമ്മളത് ഏരിയ അലാറം ഉണ്ട്, അത് രണ്ടും ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. പിന്നെ ഔട്ട്ലെറ്റും ഇൻലെറ്റും എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ സെക്കൻഡറി എക്യുപ്മെന്റ്സിന് ഇൻക്ലൂഡ് ചെയ്തതും അത് ചോദിക്കാറുണ്ട്, അത് ഏതാണെന്ന് നോക്കാം. പിന്നെ അഡ്വാൻറ്റേജ് ആണ്, ഇത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അറിയാലോ. ഫോർ പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, അതും വായിച്ചു പറയും. ഈ ബോക്സിൽ എല്ലാവരും ടിക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ഏതെങ്കിലും മാറി മാറി ചോദിക്കാറുണ്ട്, ഓരോന്നിന്റെ കളർ കോഡുകൾ. പിന്നെ നമ്മൾ വന്നത് ഫുള്ള് പോയിന്റ് ആണ്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച കണ്ടന്റ് ഐഡന്റിഫിക്കേഷൻ, ഓപ്പറേഷൻ സ്റ്റേറ്റ് ചെക്ക്, അതൊക്കെ വെറുതെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ റെഗുലേറ്റർ എന്താന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, PPE എക്സ്പാൻഡഡ് ഫോം പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത ഇതാണെന്ന് പറഞ്ഞു. പിന്നെ സൂപ്പർ അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, അതും നമുക്കറിയാം, അത് നോക്കിയാൽ അറിയാവുന്ന കാര്യമുള്ളൂ. പിന്നെ അടുത്ത ലാസ്റ്റ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഒരു ചാപ്റ്റർ ആണ് എനിക്ക് എടുക്കാൻ തന്നിരുന്നത്. നമ്മള് 4 ക്ലാസ് കൊണ്ട് SDS അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. സേഫ്റ്റി ഡാറ്റ ഷീറ്റും ERP എമർജൻസി റെസ്പോൺസ് പ്ലാനും PPE അതിന്റെ എക്സ്പാൻഡഡ് ഫോം രണ്ടെണ്ണം അല്ല, നമുക്ക് എങ്ങനെയായാലും ഒരു 5-6 എക്സ്പാൻഡഡ് പല ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു 4 എണ്ണെങ്കിലും എന്തായാലും പ്രതീക്ഷിക്കാം എക്സ്പാൻഡഡ് ഫോം. അത് വെറുതെ കിട്ടുന്ന മാർക്കാണ്,
ഒന്നും പഠിക്കണ്ട, വെറുതെ ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഒരുപാട് അതിനുവേണ്ടി നമ്മൾ റിസ്ക് എടുക്കണ്ട. അത് നമുക്ക് ഇപ്പൊ നമ്മളൊരു ലക്ഷ്യം വെച്ച് പഠിക്കണം. നമുക്ക് ഏകദേശം അറിയാം ഈ രീതിയിലൊക്കെയാണ്. ഇപ്പൊ ഈ ചാപ്റ്റർ എടുക്കാൻ നമുക്ക് അറിയാലോ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഏതാണ്, രണ്ടെണ്ണം ഒരു എക്സ്പാൻഡഡ് ഫോം നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. ചുമ്മാ എല്ലാവരും പഠിച്ചു വാരി ചവറ് കണക്കിന് പഠിക്കുന്നത്. പ്രത്യേകിച്ച് തേർഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. ഫസ്റ്റ് സെക്കൻഡിനെ വെച്ച് നോക്കുമ്പോൾ തേർഡ് ഫോർത്തിലെ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഏതാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സെക്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്പോർട്ടന്റ് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുകയാണെങ്കിലും മിക്കവാറും നമുക്ക് അറിയാലോ. ഫസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക് ഏകദേശം ചോദിക്കുന്ന സെക്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് പ്രത്യേകം നിങ്ങളോട് നോട്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഏരിയ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഇനിയിപ്പോ നമുക്ക് വെള്ളിയാഴ്ച ഒരു ക്ലാസ് കൂടി ഉണ്ട്. അത് നമ്മുടെ ക്ലാസ് ആട്ടോ പറഞ്ഞത്, ബാക്കിയല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ വെള്ളിയാഴ്ച വരെയല്ലേ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞേക്കുന്നത്, അതിനുശേഷമല്ലേ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വെള്ളിയാഴ്ച ഇനി ആർക്കെങ്കിലും ചാപ്റ്റേഴ്സ് അവിടെ തീരാനോ ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ അവരായിരിക്കും കയറുക. ഇനിയിപ്പോ ഞാൻ കയറണം എന്നാണെങ്കിൽ യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് അല്ലേ, അതിന്റെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനൊരു നിങ്ങൾക്കൊരു പ്രൂവ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് എല്ലാ പോയിന്റ്സിലും റെഗുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് കണ്ണു അടച്ച് നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. എല്ലാത്തിലും റെഗുലേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞോളൂ. അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മിസ്സാവില്ല. അത് ഞാൻ പറയാം. എല്ലാ നമുക്ക് പ്രത്യേക ഇതാണ്. അപ്പൊ ബൈ ചാൻസ് ഇനിയിപ്പോ അഥവാ കയറേണ്ടി വരികയാണെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച കയറി കുറച്ച് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് തരാം ഇതിൽ തന്നത്. ഇനിയിപ്പൊ അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഒക്കെയാണ് അവിടെ എടുക്കാൻ തീർക്കാനുണ്ടെങ്കിലും അവരായിരിക്കും കയറുന്നത്. എന്തായാലും താങ്ക് യു എല്ലാവർക്കും. ഒരു ചാപ്റ്റർ എനിക്ക് തന്നോളൂ, അത് നേരിടുന്നതോടുകൂടി നമുക്കത് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാണ്. എല്ലാവരും നല്ല കുട്ടികളായിട്ടൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് പറ്റണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന ടൈമില്ലേ, അത് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ രാവിലെ 10:30 to 12:30 വരെ 2 മണിക്കൂർ നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ക്ലാസ് ഉണ്ടെന്നുള്ള രീതിക്ക് തന്നെ ഇരുന്നോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ 1:30 തുടങ്ങി നമുക്ക് 3:30 വരെ 2 മണിക്കൂർ. ദിവസം 4 മണിക്കൂർ ലാവിഷാണ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ സ്റ്റഡി ലീവ് ആണെന്ന് വിചാരിച്ച് അങ്ങനെ കളിച്ച് നടക്കണ്ട. എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലോണം എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മാക്സിമം എളുപ്പമാവാനായിട്ട്. പിന്നെന്താ നല്ല ജോലിയൊക്കെ കിട്ടി എല്ലാവരും നല്ലൊരു പൊസിഷനിലൊക്കെ എത്തി എത്താനായിട്ടൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഇനി അഥവാ ഞാൻ വെള്ളിയാഴ്ച വരികയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും, ഒരു ചാപ്റ്റർ അല്ലേ ഞാൻ എടുത്തുള്ളൂ, അതുകൊണ്ടാണ് കുറെ കിട്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ കയറുവാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ തരാനും മാത്രം. ഓക്കെ എന്നാ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇപ്പം നെക്സ്റ്റ് മാം അവിടെ വെയിറ്റിംഗിലാണ്. കേട്ടോ, ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് വീഴ്ചയൊക്കെ എപ്പോഴും ഓരോ പോയിന്റ് ഞാൻ കഴിയുമ്പോൾ മനസ്സിലായി എന്ന് ചോദിക്കണ്ട. കാരുണ്യ വീഴ്ചയൊക്കെ എല്ലാത്തിനും അപ്പൊ തന്നെ ഓക്കെ മാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ ഈ ക്ലാസ്സിൽ കയറി. ഇപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയുള്ള കുട്ടികളാണ്, പക്ഷെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ. നമുക്കൊരു പോസിറ്റീവാണ്. നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് നമ്മളെ കൂടുതൽ എടുക്കാനായിട്ട് നിങ്ങൾ തള്ളി വിടുകയാണ്. അതുകൊണ്ട് പോർഷൻസ് ആണെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ മാസം തീർക്കും. നമ്മൾ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ആ സെക്ഷനൊക്കെ നിങ്ങൾ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.